നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി SWPനെ കുറിച്ചൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും SWP എന്താണെന്ന് അറിയേണ്ടത് തന്നെയാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ റിട്ടയർമെൻറ്റിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും നമ്മൾ SWP എന്താണെന്ന് അറിയത്തില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഒരു വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടിൽ നിന്ന് കൃത്യമായിട്ട് ഒരു നല്ല റിട്ടേൺ എല്ലാ മാസവും നമുക്ക് വിഡ്രോ ചെയ്തെടുത്ത് നമ്മുടെ ചിലവുകൾ നീക്കാനും അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ ഒരിക്കലും തീരാത്ത രീതിയിൽ മൾട്ടിപ്പിളായിട്ട് ഗ്രോത്ത് ചെയ്ത് മുമ്പോട്ട് പോകുന്നതും നമുക്ക് SWPയിൽ കാണാൻ സാധിക്കും. അപ്പോൾ SWP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് വിഡ്രോയൽ പ്ലാനാണ്. അപ്പോൾ നമ്മൾ ഒരു ബൾക്ക് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്നു, അതിൻ്റെ അകത്ത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുന്നു. ആ ഒരു പൈസ ഒരിക്കലും തീരുന്നില്ല. അത് 100 വർഷം കഴിഞ്ഞാലും 300 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും പൈസ ഒരിക്കലും തീരാത്ത രീതിയിൽ നമ്മൾ പൈസ വിഡ്രോ ചെയ്യുന്നുണ്ട്. പക്ഷേ കോമ്പൗണ്ടിങ്ങിലൂടെ അത് പൈസ മൾട്ടിപ്പിൾ ആയിട്ട് പോകുന്നത് നമുക്ക് SWPയിൽ കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. എല്ലാ ആൾക്കാരും അത് ചെറിയ ജോലി ചെയ്യുന്നവരാണേലും ഇത് വലിയ ജോലി ചെയ്യുന്നവരാണേലും ഏത് തരം ജോലി ചെയ്യുന്നവരാണേലും പഠിക്കുന്നവരാണേലും വലിയവരാണെങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് SWPനെ കുറിച്ച് അറിയത്തില്ലാത്തതാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ SIP ഒക്കെ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ് SIP ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എല്ലാ മാസവും ഒരു 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ വെച്ച് നമ്മുടെ സാലറിയിൽ നിന്ന് എല്ലാ മാസവും ആഡ് ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പക്ഷേ നമ്മൾ FDയിലേക്കായിരിക്കാം, ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ടിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ മറ്റ് റിയൽ എസ്റ്റേറ്റ് എങ്ങോട്ട് വേണമെങ്കിലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ വെൽത്ത് ക്രിയേഷന് വേണ്ടിയുള്ളത്. ഇത് നമ്മൾ ഒരു എമൗണ്ട് ഇട്ടതിന് ശേഷം അത് വെൽത്ത് ക്രിയേഷനും ഉണ്ടാക്കണം, അതിനൊപ്പം തന്നെ നമുക്ക് കൃത്യമായിട്ട് വിഡ്രോ ചെയ്തെടുത്ത് നമ്മുടെ കാര്യങ്ങൾ നടക്കണം. അതിനാണ് SWP ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ നോർമലായിട്ട് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് എമൗണ്ട് ഇതിൻ്റെ അകത്ത് ഇട്ടാൽ മാത്രമേ അതിൻ്റെ അകത്ത് നമുക്ക് വലിയ എമൗണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 10 ലക്ഷം രൂപയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഗ്രോയുടെ SWP വിഡ്രോയൽ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുന്നതായിരിക്കും ഗൂഗിൾ ക്രോമിൽ. ഈ ഒരു കാൽക്കുലേറ്റർ നമ്മുടെ എമൗണ്ട് എത്രയാണോ അതിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു 10 ലക്ഷം രൂപ ഇട്ടതിന് ശേഷം നമ്മൾ വിഡ്രോയൽ പെർ മന്ത് എത്രയാണ്, നമ്മൾ ഏകദേശം 1% തന്നെയാണ്. അതായത് എത്ര എമൗണ്ട് ആണോ അതിൻ്റെ 1% നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ട് 1% ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 1% നമ്മൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അതായത് 10 ലക്ഷത്തിൻ്റെ 1% എത്രയാണ്, 10000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ 10000 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാസവും നമുക്ക് 10000 രൂപ കിട്ടിക്കൊണ്ടിരിക്കും. അതിനൊപ്പം തന്നെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഞാനിവിടെ 20% എന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, 20% ഇല്ല എന്ന് വെക്കുക. നമ്മളൊരു 15% ഇപ്പം ഇതുവരെ ഈ ഒരു 15% എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 15% നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ ഫണ്ടുകളും ലോങ് ടൈമിൽ ഇൻഡെക്സ് ഫണ്ടുകളെല്ലാം നമുക്ക് ഏകദേശം 15% ഏറ്റവും മിനിമം തന്നിട്ടുണ്ട്. ഒരു 20-25 വർഷത്തെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു വർഷത്തിൽ നമ്മൾ ഓരോ മാസവും 10000 രൂപ വെച്ച് എടുത്ത് വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ 10 ലക്ഷത്തിൽ നിന്ന് 10000 വിഡ്രോ ചെയ്യുന്നു ഓരോ മാസം. അങ്ങനെ ഒരു വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് 1,20,20,000 രൂപ നമുക്ക് ടോട്ടലായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. 12 മാസം കൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ വീണ്ടും കുറച്ചും കൂടെ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 10,21,000 20,958 എന്ന് പറഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ കൂടുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റലും കൂടുന്നുണ്ട്, നമ്മുടെ വിഡ്രോയിലും കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മളൊരു 5 വർഷം കഴിയുമ്പോൾ എത്രയാണ്, നമ്മൾ 6 ലക്ഷം രൂപ വിഡ്രോ ചെയ്യും. അതിനൊപ്പം തന്നെ നമ്മുടെ ക്യാപിറ്റൽ 11,48,000 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 10 വർഷം നമ്മൾ കഴിയുമ്പോൾ എത്രയാണ്, നമ്മൾ 12 ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ 14,45,000 രൂപ നമ്മൾ അത് എമൗണ്ട് 10 ലക്ഷത്തിൽ നിന്ന് കൂടി വീണ്ടും നമ്മുടെ കയ്യിൽ 14 ലക്ഷം ഉണ്ടാവും. അത് നേരെ 20 വർഷം കഴിയുമ്പോഴത്തേനും എത്ര വരും, 20 വർഷം കഴിയുമ്പോഴത്തേനും 24 ലക്ഷം രൂപ നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടാകും. പിന്നെയും നമ്മുടെ ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടായിരിക്കും, 32,49,000 രൂപ. അപ്പം ഇങ്ങനെ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 15% റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ട് ഒരിക്കലും തീരത്തില്ല. അതായത് 30 വർഷം കഴിയുമ്പോൾ 36 ലക്ഷം രൂപ നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ വാല്യൂ എത്രയാണ്, 1,05,00,000 ലക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ടാകും. അതായത് നമ്മൾ പാസീവ് ഇൻകം കിട്ടുന്നു, അതിനൊപ്പം തന്നെ നമ്മുടെ ക്യാപിറ്റൽ ഗ്രോ ചെയ്ത് അതിമനോഹരമായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പം
ഇത് ഞാൻ 15% കണക്കാണ് പറഞ്ഞത്. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഈ 15% എന്നുള്ളത് നമുക്ക് കൂട്ടാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അത് ഞാൻ മുമ്പോട്ട് പോകുമ്പോഴത്തേനും പറഞ്ഞുതരും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇനി ഈ ഒരു 10,000 എന്നുള്ളതിന് പകരമായിട്ട് ഞാൻ മറിച്ച് നമ്മൾ ഒരു ഓരോ മാസവും 20,000 രൂപ വെച്ചാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അതായത് ഓരോ മാസവും നമ്മൾ 2% വെച്ച് വിഡ്രോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, 15% റിട്ടേൺ ആണ് കിട്ടുന്നത്. ഓരോ മാസവും നമ്മൾ 2% വെച്ചാണ് വിഡ്രോ ചെയ്യുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയണ്ടേ? ഓക്കെ, അത് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒരു വർഷം കഴിയുമ്പോഴത്തേനും നമ്മൾ 2,40,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ വാല്യൂ എത്രയാണ്? ക്യാപിറ്റൽ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 8,93,000 വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മുടെ ക്യാപിറ്റൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത്രയും എമൗണ്ട് വിഡ്രോ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ 5 വർഷം കഴിയുമ്പോൾ എത്രയാണ്? 5 വർഷം കഴിയുമ്പോൾ നമ്മൾ 12 ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ബാക്കി എത്രയാണ് നമ്മുടെ ക്യാപിറ്റൽ വരുന്നത്? വെറും 2,84,000 മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നമ്മൾ ഒരു 6 അല്ലെങ്കിൽ 7ാമത്തെ വർഷത്തിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ അത് മൈനസിൽ പോകുന്ന കാണാൻ സാധിക്കും. നമ്മൾ 16 ലക്ഷം രൂപ സംതിങ് വിഡ്രോ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ ക്യാപിറ്റൽ മൈനസിലേക്ക് പോകും. അപ്പം ഒരിക്കലും നമ്മൾ കിട്ടുന്ന പെർസെൻറ്റേജ് ഇപ്പോൾ 15% ആണെങ്കിൽ നമ്മൾ ഒരു വർഷത്തിൽ 15% കൂടുതൽ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ക്യാപിറ്റൽ കോമ്പൗണ്ടിങ്ങിൽ ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്യത്തില്ല. മറിച്ച് 15% നമുക്ക് ഇയർലിയിൽ കിട്ടുന്നെങ്കിൽ നമ്മൾ മിനിമം ഒരു 10% അല്ലെങ്കിൽ ഒരു 12% വരെയാണ് ഇയർലിയിൽ നമ്മൾ വിഡ്രോ ചെയ്യാവുള്ളൂ. അതിന് നമുക്ക് മന്ത്ലിയിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1% നമുക്ക് മന്ത്ലിയിൽ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതേ കാൽക്കുലേഷൻ തന്നെ നമ്മൾ വീണ്ടും 10,000 ഇടുവാണ്. അതിനുശേഷം ഈ ഒരു 15% എന്നുള്ളത് 20%, അത് ഏറ്റവും കുറഞ്ഞ 20%ലേക്കാണ് കൊണ്ടുവരുന്നത്, ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ ഈ ഒരു 20% എവിടെ കിട്ടുമെന്ന് ചോദിക്കും. ഓക്കെ, ഈ ഒരു 20% എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 20% ജനറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. ആ ഒരു രണ്ട് കോഴ്സസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ മുമ്പോട്ട് പോകുമ്പോഴത്തേനും പറഞ്ഞുതരാം. ഇൻ കേസ് നമ്മൾ 20% മിനിമം അച്ചീവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഞാൻ 20 വേണ്ടിയല്ല പഠിപ്പിക്കുന്നത്, ഞാനൊരു 20-നും 30-നും ഇടയ്ക്ക് അങ്ങനെ ഒരു റിട്ടേൺ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് പൊട്ടൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ഞാൻ പഠിപ്പിക്കുന്നത്. അത് പ്രാക്ടിക്കലായിട്ട് എൻട്രി എടുത്ത് കാണിക്കുന്നുണ്ട്, അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തും കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു റിട്ടേൺ ആണ് നമ്മൾ 20% എങ്കിലും നമുക്ക് ഇയർലിയിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരു വർഷം കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു എമൗണ്ട് 1,20,000 നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. 1,20,000 രൂപ 10,69,000 പോകും നമ്മുടെ ക്യാപിറ്റൽ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. 5 വർഷം കഴിയുമ്പോഴത്തേനും നമ്മൾ 6 ലക്ഷം രൂപ നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. 15 ലക്ഷം രൂപ നമ്മുടെ ഫൈനൽ വാല്യൂ, അതായത് വീണ്ടും ക്യാപിറ്റൽ ഇവിടെ നിന്ന് ഗ്രോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ക്യാപിറ്റൽ ഗ്രോ ചെയ്തു, നമ്മൾ 6 ലക്ഷം രൂപ വിഡ്രോയും ചെയ്തു 5 വർഷം കഴിഞ്ഞപ്പോൾ. അത് നേരെ 10 വർഷം കഴിയുമ്പോഴത്തേനും 28 ലക്ഷം രൂപയായി നമ്മുടെ ക്യാപിറ്റൽ. അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ വിഡ്രോയിൽ എത്രയാണ്? 12 ലക്ഷം. അത് നേരെ 20 വർഷം കഴിയുമ്പോഴത്തേനും എത്ര വരും? 20 വർഷം കഴിയുമ്പോഴത്തേനും അത് 1,39,00,000 നമ്മുടെ ക്യാപിറ്റൽ, നമ്മുടെ ബാങ്ക് ബാലൻസ് വരും. അതുപോലെ തന്നെ നമ്മുടെ വിഡ്രോയിൽ എത്ര വരും? 24 ലക്ഷം രൂപ. അത് 30 വർഷം കഴിയുമ്പോൾ 8,29,00,000 വരും. 36 ലക്ഷം രൂപ നമ്മൾ വിഡ്രോയും ചെയ്തിട്ടുണ്ടാകും. അതായത് നമ്മുടെ ഇന്നത്തെ 10 ലക്ഷം രൂപ ഒരിക്കലും തീരാത്ത രീതിയിൽ നമുക്കത് മാനേജ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് 20%. അതിൻ്റെ അത് നമ്മൾ 1% വെച്ച് എല്ലാ മാസവും വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലും ഒരിക്കലും തീരാത്ത രീതിയിൽ നമുക്ക് ആ ഒരു പൈസ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത്രയും പവറുള്ള ഒരു മെത്തേഡാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പം ഒരു 20% അല്ലേ, അല്ലെങ്കിൽ 25% അല്ലേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ക്യാപിറ്റൽ ഡബിൾ ആകില്ലല്ലോ എന്ന് ചോദിക്കുന്നവർക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയ്ക്കകത്ത് 20%, 25% പവർ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളിത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെൻഷൻ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇയർലി റിട്ടയർമെൻറ്റ് ആകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ജെനുവിൻ ആയിട്ടുള്ള മെത്തേഡ്സ് പഠിക്കുക. അതിൻ്റെ അകത്തോടെ ഒരു പാസീവ് ഇൻകം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏണിങ്സ്, വിഡ്രോയൽ പ്ലാൻസ് ജനറേറ്റ് ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വെൽത്ത് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ 2 കോഴ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാനൊന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമ്മൾ ഇത് ഒന്നാമത്തെ ഒരു മെത്തേഡാണ് ETF ഷോപ്പ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ETFകളിൽ ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, കുറേ സ്റ്റോക്കുകളുടെ ബാസ്ക്കറ്റുകളാണ് ഓരോ ETFകളും. അപ്പം ഈ ഒരു ETFകളിൽ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു കോപ്പി പോലെ എന്ന് തന്നെ പറയാൻ പറ്റും. ഫണ്ട് മാനേജർ ഇല്ല, നമ്മൾ നേരിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്, നേരിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ട്രസ്റ്റബിൾ ആയിട്ട് എൻട്രി എടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും ETF. അപ്പോൾ ഈ ഒരു ETF വളരെ അനായാസമായിട്ട് നമുക്ക് മാനേജ് ചെയ്ത് എല്ലാവർക്കും ഫണ്ടമെൻ്റൽ അനാലിസോ ടെക്നിക്കൽ അനാലിസോ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എൻട്രി എടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു
മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിപ്പം അതിൻ്റെ അകത്ത് എടുക്കുന്ന എൻട്രീസും കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കാണിച്ചും അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൗട്ട്സ് ക്ലിയറിംഗ് സെക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അവിടെ വന്ന് ജോയിൻ ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക, താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. അവർ മെസ്സേജ് അയക്കുന്നതനുസരിച്ച് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ദിവസത്തിൽ മാറ്റി വെക്കാൻ സാധിക്കുവാണെങ്കിൽ അവർക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ETF ആൻഡ് സ്റ്റോക്സ് അഡ്വാൻസ്ഡ് SIP എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഒരു നിസ്സാര ടൈം, അതായത് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ അവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ അകത്തൊരു SLO കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ, സ്റ്റോപ്പ് ലോസ് ഒന്നും ഇല്ലാത്ത 2 മെത്തേഡ്സാണ്. അതുകൊണ്ട് എല്ലാവരും പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ പതുക്കെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, നമുക്ക് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു മെത്തേഡ്സ് ഒന്നും ഇല്ല. നമ്മൾ 20% അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ആ ക്യാപിറ്റലിൻ്റെ മുകളിൽ 20% അച്ചീവ് ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാർഗറ്റ്. അത് ഇന്ന് ചെറിയ ക്യാപിറ്റലാണെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം, നാളെ വലിയ ക്യാപിറ്റൽ ആകുന്ന സമയത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം. അപ്പം ഒന്നെങ്കിലും നമുക്ക് ഏതെങ്കിലും ഇൻഡെക്സ് ഫണ്ടുകളിൽ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. നിഫ്റ്റി 50യുടെ ഇൻഡെക്സ് ഫണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും, അതായത് നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഇൻഡെക്സുകൾ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും മുമ്പോട്ട് പോകാം. ചില സമയത്ത് ചില ഒരു പീരീഡ്സിൽ ചിലപ്പോൾ ഈ 30-35% റിട്ടേൺ ഒക്കെ ചില ഇൻഡെക്സുകൾ കാണിക്കും. അപ്പോൾ അത് കാര്യമാക്കണ്ട. നമ്മൾ ലോങ് ടൈമിലേക്ക് നമ്മൾ 15% കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ഈ ഒരു SWP നല്ല രീതിയിൽ വർക്കൗട്ട് ആക്കാൻ പറ്റും. ബട്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% വളരെ പവറുള്ള ഒരു പെർസെൻറ്റേജാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മെത്തേഡിലൊക്കെ നമ്മൾ 20-30% ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കമ്പൈൻ ചെയ്തതായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു ഷോപ്പല്ല, നമ്മൾ 2 ഷോപ്പായിരിക്കും ചിലപ്പോൾ കമ്പൈൻ ചെയ്ത് ചെയ്യുന്നത്. അതുകൊണ്ട് 20-30% അതിലും കൂടി പോകാനുള്ള സാധ്യതകളും ഉണ്ട്. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ക്യാപിറ്റൽ 20-30% അല്ല, അതിലും ചില പീരീഡിൽ അതിലും മനോഹരമായിട്ടുള്ള റിട്ടേണിലേക്ക് കിട്ടാനും പൊട്ടൻഷ്യൽ ഉള്ള മെത്തേഡാണ് ഈ ഒരു മെത്തേഡ്. അപ്പം ഈ ഒരു 2 മെത്തേഡ്സും നല്ല മെത്തേഡ്സാണ്. താല്പര്യമുള്ളവർ വരിക, പഠിക്കുക, മുമ്പോട്ട് പോവുക. ഏതായാലും SWP എന്ന് പറഞ്ഞ ഒരു ആശയം പറഞ്ഞു തരാൻ പറ്റിയതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ഒരു വീഡിയോ വാല്യുബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്താണ് SWP എന്നുള്ള ആശയം മനസ്സിലാക്കുക, നമ്മൾ എങ്ങനെയെങ്കിലും ഒരു 15% അല്ലെങ്കിൽ 20% കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ പഠിക്കുക, കൃത്യമായിട്ടൊരു വലിയ ക്യാപിറ്റൽ മാറ്റി വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ആ ഒരു എമൗണ്ട് വെച്ച് നമ്മൾ ഫ്യൂച്ചറിലേക്ക് റിട്ടയർമെൻറ്റ് പ്ലാനിങ് നടത്തുക. അപ്പം ഞാൻ വിചാരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ 100 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും, എത്ര വർഷങ്ങൾ, 150, 200, 300 വർഷം, 400 വർഷം, 500 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പൈസ തീരാൻ പോകുന്നില്ല. അത് കോമ്പൗണ്ടിങ്ങിലൂടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഫ്യൂച്ചറിൽ ഇന്ന് 10,000 ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഇൻഫ്ലേഷൻ അനുസരിച്ച് നമുക്ക് നാളെ കുറച്ച് കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്യാനും പറ്റും. കാരണം നമ്മുടെ ക്യാപിറ്റൽ കൂടി പോകുന്നതനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ പെർസെൻറ്റേജ് ഫ്യൂച്ചറിൽ വിഡ്രോ ചെയ്യാനും പറ്റും. അപ്പോൾ ഏകദേശം ധാരണയായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ പവറുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. വാട്സപ്പ് നമ്പർ കിട്ടും, വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ളൊരു പാസീവ് ഇൻകം ജനറേറ്റിംഗ് മെത്തേഡ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ നമ്പർ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ. അപ്പം ഈ നമ്പറിലാണെങ്കിലും മെസ്സേജ് അയക്കാം, വാട്സപ്പ് മെസ്സേജ് അയക്കാം. അപ്പം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നത്. ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.